പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കസബു സയ്യിആതി ജസാഉ സയ്യിഅത്തിൻ. തിന്മകൾ പ്രവർത്തിച്ചവർക്കാകട്ടെ തിന്മയ്ക്കുള്ള പ്രതിഫലം അതിന് തുല്യമായത് തന്നെയായിരിക്കും. അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും. അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല. ഇരുണ്ട രാവിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെയിരിക്കും. അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ ഖുർആനിൽ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ അത് നേരെ അതിന് എതിർവശവും പറയും. ശരി, മുകളിലത്തെ വാക്യത്തിൽ ഇരുള അപമാനം അവരുടെ മുഖത്തെ തീണ്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ എന്താണ്? രാവിൻ്റെ ഇരുണ്ട കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇരുണ്ട രാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസിയായ രാത്രി അല്ലേ. മറ്റുള്ള രാത്രികളിൽ നിലാവുണ്ടാവും, പക്ഷെ നിലാവില്ലാത്ത അമാവാസിയായ രാത്രിയിൽ അന്ന് ഭയങ്കര ഇരുടായിരിക്കും. അത്രക്കും ഇരുടായിരിക്കും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ. തിന്മകൾ പ്രവർത്തിച്ചുള്ള പ്രതിഫലം അത് തുല്യമായത്. അതുപോലെ എന്താണ് ചെയ്തത് അതുപോലത്തെ പ്രവർത്തനമാണ് അവർക്ക് കിട്ടുക. ഇപ്പോൾ നമുക്ക് അറിയാം, ഒരു കുട്ടിയെ കുറച്ച് ആൾക്കാർ മറ്റു ആൺകുട്ടികൾ അടിക്കുന്ന 4-5 പേരുള്ള ഒരു യുവാക്കൾ 8ാം ക്ലാസ്സിലോ +2 ഇടയിലുള്ള ഒരു കുറച്ച് യുവാക്കളാണ് അടിക്കുന്നത്. നമ്മൾ അടി കൊള്ളുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ആ കുട്ടി എത്ര പാവമാണ്, സാധു എല്ലാവരും തല്ലി ചതയ്ക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് മനസ്സിലാവേണ്ടത് ആ കുട്ടി തല്ല് കൊണ്ടവനും ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. വിരയ്ക്കാതെ കൊയിലില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അവന്. അപ്പോൾ അതുകൊണ്ടാണ് ശിക്ഷ. നമ്മൾക്ക് ന്യായീകരിക്കില്ല കേട്ടോ പറയാം. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ തിന്മ ചെയ്താൽ അവർക്കുള്ള പ്രതിഫലം ആ തിന്മ തന്നെ ആയിരിക്കും. പണ്ടൊരു അളവ് തൂക്കത്തിൽ എന്ന പ്രശ്നം നമുക്കറിയാമല്ലോ. ഒരു പരാതി, ഗ്രാമമുഖ്യൻ്റെ അടുത്തൊരു പരാതി വന്നു. എന്താണ്? എനിക്ക് തന്ന സാധനം അളവ് ഇത്രയില്ല. അളന്ന് നോക്കുമ്പോൾ എന്താണ് യഥാർത്ഥ അളവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ മറ്റാൾ ചോദിച്ചു, നിങ്ങളെന്താ ശരിക്കും അളന്ന് കൊടുക്കുക? ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് അളന്ന് കൊടുത്തത്, ഒരു തെറ്റുമില്ല. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പാല് മേടിക്കാറുണ്ട്. 200 പാല് ഞാൻ മേടിക്കും. 200 പാല് തരുന്ന അതേ അളവ് തന്നെ തിരിച്ച അദ്ദേഹത്തിന് ഞാൻ 200 നെയ്യ് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ശരി തന്നെയാണ്. ഇങ്ങോട്ട് കൊടുത്ത ആ വ്യക്തി എന്ത് ചെയ്തു? പാല് കുറച്ചിട്ടാണ് കൊടുത്തത്. 200 മില്ലി പാല് കൊടുത്തിട്ടില്ല, അപ്പം കുറച്ച്. അപ്പോൾ ആ അളവ് കൊടുത്തിട്ടാണ് മറ്റേ തിരിച്ചങ്ങോട്ടും കൊടുത്തത്. അപ്പോൾ എന്താണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അതിനെ അങ്ങോട്ടും തിരിച്ച് കിട്ടുക? മനസ്സിലായില്ലേ? നമ്മൾ വേറൊരാളുടെ സ്വത്ത് മോഷ്ടിച്ചാൽ അതിനേക്ക് നമ്മളെ സ്വത്ത് മോഷ്ടിക്കും. നമ്മളിപ്പോൾ പല മറ്റുള്ളവരുടെ തേങ്ങ മോഷ്ടിക്കും, മാങ്ങ മോഷ്ടിക്കും. അങ്ങനെ ചെയ്ത് നമ്മളെ കയ്യിൽ നിന്ന് വലിയൊരു പൈസ നഷ്ടപ്പെട്ട പോലെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. വിധിച്ചതേ കൊയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആരുടെയോ ഒന്ന് കവരാതിരിക്കുക അല്ലേ. പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഒരു ഹറാമായ ഒരു ഭക്ഷണം പോലും കഴിക്കുന്നത് അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു യുവാവ് തോട്ടത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരികയും അദ്ദേഹം അത് കടിക്കുകയും അങ്ങനെ അത് കടിച്ച് തിന്നു കഴിഞ്ഞപ്പോൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്നുള്ള ചിന്തയാൽ അദ്ദേഹം ഒഴുകി വരുന്ന ആ നദി എവിടെ നിന്നാണ് ഒഴുകി വരുന്നത് എന്ന് അറിഞ്ഞ് അതിൻ്റെ പിന്നാലെ നദിക്കരയിലൂടെ ഇങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നപ്പോൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. ആപ്പിൾ തോട്ടത്തിൽ ഒരു മരത്തിൻ്റെ കൊമ്പ് ഈ നദിയിലേക്ക് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ആപ്പിൾ എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ചു. കുറേ അന്വേഷിച്ചിട്ടാണ് ഉടമസ്ഥനെ കണ്ടെത്തി അയാളെ വീട്ടിലെത്തി ഇങ്ങനെ സംഭവം പറഞ്ഞു. ഞാനിങ്ങനെ നിങ്ങളുടെ ആപ്പിൾ അറിയാതെ ഭക്ഷിച്ചു പോയി പുറത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാനൊന്നും കഴിയില്ല. എൻ്റെ ഭക്ഷണം കഴിച്ച അറിയാതെ എന്നെ ചോദിക്കാതെ ഭക്ഷണം കഴിച്ചാൽ താങ്കൾക്ക് ശിക്ഷ ഞാൻ നൽകും എന്ന് പറഞ്ഞു.
എന്ത് വിഷയം ഞാൻ ഏറ്റുകൊള്ളാം, വാങ്ങിക്കൊള്ളാറ്. നമ്മൾ എനിക്കൊരു മകളുണ്ട്, ഊമയും ബധിരയും മൂകയുമാണ്, പോരാത്ത വികലാംഗയുമാണ്, കറുത്തവളാണ്, പിന്നെ ഉയരം കുറഞ്ഞവളാണ് എന്ന് പറയും. ആയിക്കോട്ടെ, ഒക്കെ ഞാൻ സഹിച്ചു. അങ്ങനെ വിവാഹിനകത്ത് വിളിച്ച് പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ മകളെ കണ്ടോളൂ എന്ന് പറഞ്ഞ്, അപ്പോൾ ഒരു സുന്ദരിയായ, വളരെ സുന്ദരിയായ യുവതിയെ കാണുന്നു. അപ്പോൾ നോക്കിയാൽ മാത്രത്തിന് ഈ യുവാവ് എന്തെങ്കിലും കണ്ണ് താഴ്ത്തിക്കളയും, കാരണം എന്നോട് പറഞ്ഞ യുവതി ഇതല്ലല്ലോ. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഇതന്നെയാണ് താങ്കൾക്കുള്ള വധു, ഇത്രയും സത്യസന്ധനായ വ്യക്തി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ സുന്ദരിയായ ബുദ്ധിമതിയായ ആ യുവതിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പം പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ വളരെ ഹറാമായ ഭക്ഷണം അവർ കഴിക്കുന്നതിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ്റെ കാലത്തും പല സഹാബി വനിതകളും പറഞ്ഞു, നമ്മൾ അത്രയും പട്ടിണി കിടക്കുന്നവരെല്ലാം, പക്ഷെ ഒരു ഹറാമായ ഭക്ഷണം നമ്മളെ തീറ്റിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സൂഫി വര്യന് ഒരു വീട്ടിൽ വിരുന്നിന് പോയി. കൃത്യമായ എല്ലാ നമസ്കാരം, താജ്ജുദ് നിസ്കാരം മറ്റൊക്കെ നിസ്കരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അന്ന് അദ്ദേഹം സുബഹി നിസ്കാരം കളായിപ്പോയി, ഉറങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നൽകിയ ഭക്ഷണമൊക്കെ നല്ലതല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ട് ഇല്ലല്ലോ, ഒന്നുമില്ല, നമ്മളൊക്കെ കൃത്യമായിട്ട് പണം കൊടുത്തു വാങ്ങി, ഇല്ല ഒന്നും കൂടി ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വാങ്ങിയതൊക്കെ നല്ല ഭക്ഷണം തന്നെയാണ്. പക്ഷേ ആ പീടികയിൽ കൊണ്ടുവച്ച ആൾ, ഇപ്പോൾ അദ്ദേഹം ഒരു ഷീറ്റ്, ഇപ്പോൾ വീട്ടുകാർ ഇപ്പോൾ പീഡിയക്കാർക്ക് ഷീറ്റാണ് കൊടുക്കുക. ഇപ്പോൾ വലിയ വലിയ പണക്കാരൊക്കെ എന്ത് ചെയ്യും, പീഡിയയിലേക്ക് രാവിലെ ഷീറ്റ് വാട്സപ്പ് ചെയ്യും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് പറയും, ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, അപ്പോൾ ഒന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുമോ, കയറ്റി വിടാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട് കൊടുക്കും, വിട്ടു. അങ്ങനെയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, രാവിലെ പീടികയിൽ ഷീറ്റ് കൊടുത്തു. പീഡിയക്കാരൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു. പക്ഷേ അതിൽ കുമ്പളങ്ങ ഇല്ലായിരുന്നു. കുമ്പളങ്ങ സാധാരണ പീടികയിൽ കൊണ്ടുവരുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കാണാൻ വേണ്ടി അതായത് വീട്ടിൽ കണ്ടില്ല. അപ്പോൾ അതേ തോട്ടത്തിൽ ഒരുപാട് കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു, ഒന്ന് പറിച്ചു. കാരണം വെച്ചാൽ ഏതായാലും കുമ്പളങ്ങ കൊണ്ട് വരും, രാവിലെ വൈകുന്നേരം കുമ്പളങ്ങ ആയിട്ട് വരും. അപ്പോൾ ഈ കുമ്പളങ്ങയുടെ പൈസ കൂടി കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. മോഷ്ടിച്ചല്ല ചെയ്തത്, ആ കുമ്പളങ്ങാണ് ഇവർക്ക് കൊടുത്തത്. അങ്ങനെ ഇവരത് പാചകം ചെയ്തു കഴിച്ചു. പക്ഷെ അന്ന് അവർ വന്നിട്ടില്ല, ആ കുമ്പളങ്ങ കച്ചവടക്കാരെ പീടികയിലേക്ക് വന്നിട്ടില്ല. പിറ്റേന്നാണ് വന്നത്. അപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം എന്താണ്, ഭക്ഷണത്തിൻ്റെ പണം ഉടമക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്തു, സുബഹി നിസ്കാരം കളായിപ്പോയി. ഹറാമായ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഉറക്ക് ബാധിച്ചു. മനസ്സിലായി. അപ്പം പറഞ്ഞു വരും, നമ്മൾ ഇങ്ങനെയൊക്കെ വളരെ സത്യസന്ധമായി ജീവിക്കുക, കളവൊന്നും ഹറാമായ മുതലും ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മൾ അപ്പോൾ തിന്മകൾ ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ തിരിച്ചു പിടിക്കും. നമ്മൾ മോഷ്ടിച്ച മുതലാണെങ്കിൽ നമ്മളെ സാധനങ്ങൾ മോഷ്ടിക്കും. പല ആൾക്കാർ പത്രങ്ങളൊക്കെ വായിക്കാൻ നമ്മൾ കാണാറുണ്ടല്ലോ, പണം മോഷ്ടിച്ചു അതായി എന്നൊക്കെ. പ്രധാന കാരണം അവരും മോഷ്ടാക്കളായിരിക്കും. എനിക്കൊരു വ്യക്തിയെ അറിയാം, ഒരു കുടുംബക്കാരെ, പല വീട്ടിൽ എപ്പോഴും മോഷണം നടക്കും. തൊട്ടടുത്ത വീട്ടിൽ നിന്നും മോശം നടക്കാറില്ല. കാരണം എന്താണ്, അങ്ങനെയാണ് ജീവിക്കുന്നത്. അവർ എന്തെങ്കിലും വീടുകളിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ, ഉള്ളി തക്കാളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും സാധനം കൊടുക്കില്ല. കാരണം കൊണ്ടേ ഓർമ്മ ഉണ്ടപ്പോൾ പിന്നെ അവരിങ്ങോട്ട് വാങ്ങിയ ഓർമ്മ ഉണ്ട്, അവരങ്ങോട്ട് വാങ്ങിയ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും കൊടുക്കാറുമില്ല. അപ്പം അങ്ങനെയൊക്കെ പണത്തിൽ നമ്മളെപ്പോഴും നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുക, അതിൽ സത്യസന്ധത പുലർത്തുക. എന്ത് ഹക്കിടപാട് നമ്മൾ വളരെ കൃത്യമായിട്ട് അത് വീട്ടണം. അതിന് ഹക്കിടപാടെല്ലാം കൃത്യമായി വീട്ടുന്ന അഭാഗ്യന്മാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പലോകത്ത് തെളിഞ്ഞ മുഖവുമായിട്ട് നിന്നെ കണ്ടുമുട്ടുന്ന അഭാഗ്യന്മാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.